ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ലഗേജ് 5 മാസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആക്ച്വലി ഇത് ജാനുവരിയിൽ എൻ്റെ വീട്ടിൽ നിന്നും ലിജോയുടെ വീട്ടിൽ നിന്നും എത്തേണ്ട ലഗേജ് ആയിരുന്നു. ബട്ട് 2 ഡിഫറെൻറ്റ് ലഗേജ് ആയിരുന്നു. ആദ്യത്തെ ലഗേജ് ജാനുവരി തന്നെ എത്തി. അച്ചാറുകൾ, ഒരു ലോഡ് അച്ചാറുകൾ, 2 വീട്ടിൽ നിന്ന് ഒരു ലോഡ് അച്ചാറുകളും ലിജോയുടെ കുറേ ബ്രാൻഡഡ് ഷൂസും ഇവിടെ എത്തി. എൻ്റെ ഡ്രസ്സുകൾ എത്തിയില്ല. അതായത് ജാനുവരി തുടങ്ങി ലാഗ് ചെയ്ത് ഇതിപ്പോൾ ജൂണായി. ലിറ്ററലി 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡ്രസ്സസ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൊണ്ടുവന്ന് എത്തിച്ചത്. ബിക്കോസ് ഹി വെൻ ടു ബാംഗ്ലൂർ ആൻഡ് കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ ലെറ്റ് us see what is ഇൻസൈഡ്. കാരണം ഞാൻ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചു, ലിജോയുടെ ഷൂസൊക്കെ എത്തിയിട്ടോ, ഇനി 2 സെറ്റ് ഷൂവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു വരാൻ വേണ്ടിയിട്ട്. ഇതിലും എൻ്റെ മാത്രമായിരിക്കും. കാരണം ഞാൻ മാത്രമാണ് കളർ ഡ്രസ്സ് ഇവിടെ ഇടുന്നത്. ലിജോ ഹാസ് യൂണിഫോം എവറി സിംഗിൾ ഡേ. സാറ്റർഡേ മാത്രം അവൻ കളർ ഡ്രസ്സിൽ പോകുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സുകളും അധികം യൂസ് ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് അങ്ങനെയല്ല. ഒരു വർഷമായി, 365 days ആയി കൊണ്ടുവന്ന ഡ്രസ്സുകൾ മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയില്ല, നാട്ടിൽ നിന്ന് അവർ കൊടുത്തയച്ചു. പക്ഷെ അതിവിടെ എത്തിയില്ല. സോ ഐ എം സോ ഈഗർ ടു നോ എന്തൊക്കെ ഡ്രസ്സുകളായിരുന്നു. ആൻഡ് ഞാൻ ചോദിച്ചു, മമ്മി എന്ത് ഡ്രസ്സാണ്, എല്ലാം ഓർമ്മയുണ്ടാന്ന് വെച്ചപ്പോൾ ആർക്കും ഒരു പിടിയില്ല. കാരണം ഇത് ഓൾമോസ്റ്റ് 6 months ആയി. ആൻഡ് ആഫ്റ്റർ ദ വെയിറ്റ് ഐ എം ഗെറ്റിംഗ് ദിസ്. അപ്പം നമുക്കിത് തുറന്നു നോക്കാം എന്താണുള്ളത്. സോ എക്സൈറ്റഡ്. ഫോട്ടോസ് പോലും എനിക്ക് ഒരു ഒരു നിശ്ചയമില്ല ഇതിനകത്ത് എന്താന്നുള്ളത്. അയ്യോ ഈശ്വര. ഓ, സച്ച് എ ബ്യൂട്ടിഫുൾ കുർത്തി. നല്ല രസം. ഞാൻ എങ്ങനെ കാണിക്കുന്നത്? ഒരു പണി ചെയ്യാം, നമുക്ക് ക്യാമറ കുറച്ച് ബാക്കിലോട്ടാക്കാം. എൻ്റെ വീട് മെനക്കേടായിട്ട് കിടക്കായിരിക്കും, നിങ്ങൾ അതൊന്നും നോക്കരുത് കേട്ടോ. ഈശ്വര. ദിസ് ഇസ് ദ കുർത്തി. കുർത്തിയുടെ അടിയിൽ ഇച്ചിരി എന്തോ ഒരു മാർക്ക് പറ്റിയിട്ടുണ്ട്. എനിക്കറിയില്ല, നോക്കണം. ബട്ട് യാ, വെരി നൈസ്. Again, another kurti. Good. ഇത് ലിജോന് വേണ്ടിയിട്ടുള്ള ഷോർട്സ് ആണ്. ദിസ് ഇസ് ദ ഷോർട്സ് ഫോർ ലിജോ. വീട്ടിലിടാൻ വേണ്ടിയിട്ട്, സമ്മറൊക്കെ അല്ലേ. ആൻഡ് ദിസ് ഇസ് അഗൈൻ എ ഷോർട്സ് ഫോർ ഹിം. സോ ക്യൂട്ട് ലുക്ക്. ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, സച്ച് എ കംഫർട്ടബിൾ മെറ്റീരിയൽ ആൻഡ് നല്ല തിക്ക് ആൻഡ് ദ ക്വാളിറ്റി ഈസ് വെരി നൈസ്. സമ്മറിന് ഇടാൻ വേണ്ടിയിട്ടാണ്. ലിജോയുടെ പൂമയുടെ ഷൂസ്, so good, so nice, such a pretty color. എല്ലാ ഡ്രസ്സിന്റെ കൂടെയും ചേരും. സോ ഗുഡ്. എനിക്ക് കുറച്ച് ഇന്നേഴ്സ് ഒക്കെ വാങ്ങി വിട്ടിട്ടുണ്ട്. ഈ ടോപ്പ് കേറുവോ എന്തോ. ഈ ടോപ്പിന്റെ പാൻറ് എനിക്ക് ജാനുവരി കിട്ടിയായിരുന്നു. ഇത്ര നേരം നിങ്ങൾ എന്നെ കണ്ടില്ലേ. ഈ ടോപ്പിന്റെ പാൻറ് എനിക്ക് ജാനുവരി കിട്ടി. ഇത് കേറില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നേ. ഇല്ലില്ല, കേറും. ഇതെൻ്റെ മമ്മി സൈഡ് അടിച്ചിട്ടുള്ളതാ, ദൂരാൻ പറ്റും, കേറും. ലിജോയുടെ ഷർട്ട്, സോ ഗുഡ്. ക്വാളിറ്റി കണ്ടോ? ക്യാൻ യു സീ ദ ക്വാളിറ്റി? ഇത് ഒരു കുർത്തിയുടെ പാൻറ്റാണ്. ആൻഡ് ഇത് അതിൻ്റെ ടോപ്പാണ്. ആൻഡ് ദ സെയിം വേ ഉള്ളിൽ മമ്മി അടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു.
യെസ്, ഷീ ഹസ് സ്റ്റിച്ച്ഡ് ഇറ്റ്. സോ നോ ഡൗട്ട് എനിക്കിത് കയറും. അഗൈൻ സം ഇന്നർ. ആൻഡ് ഇത് എനിക്ക് എൻ്റെ എൻ്റെ പഴയ ഒരു ഡ്രസ്സാണ്. ടു ടൈംസ് എന്തോ ഇട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ പഴയ ഓഫീസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ ഐ ഫൊഗോട്ട് ടു ടേക്ക് ദിസ് വെൻ ഐ കെയിം ആൻഡ് മൈ മോം സെൻറ്റ് ഇറ്റ് ടു മീ ജസ്റ്റ് ബിക്കോസ് ദിസ് വാസ് മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈബ്രൻറ്റ് കളേഴ്സൊക്കെ. ആൻഡ് ഷീ സെൻറ്റ് a black leggin. ആൻഡ് ഇത് ആ ബ്ലാക്ക് ചുരിദാറിൻ്റെ ദുപ്പട്ടയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ബട്ട് സോ പ്രിട്ടി, സോ ഗുഡ്. ദിസ് ഇസ് വെരി നൈസ്, വെരി നൈസ്. നല്ലൊരു ഫ്ലോയി മെറ്റീരിയൽ കണ്ടോ, നൈസ്. ആ ബ്ലാക്കിന് ഇത് പോകുമായിരിക്കും അല്ലേ, ദ ബ്ലാക്ക് തിങ്. ലിജോയുടെ പൂമയുടെ ഷൂ, ലുക്ക് അറ്റ് ദിസ്. സോ ഗുഡ്, സോ ഗുഡ്, സോ ഗുഡ്. ദ ക്വാളിറ്റി, ദ കളർ, വെരി നൈസ്. ഇതേപോലെ തന്നെ 3-4 ജാനുവരിയിൽ എത്തി അച്ചാറൂപ്പിയുടെ കൂടെ. ഇത് അഗൈൻ ഇസ് എ സെറ്റ്. ഇത് ടോപ്പ്. Can you see? This is the top. This is the bottom. This is the bottom. Prettier, nalla shade, light shade. And again there is a leggin. Pinnu maroon leggin undu, red leggin undu. Idu a shirt. This is a top shirt. No, this is a top. This is a pretty top. It has full sleeves. Nice. ഇതെന്താ? അഗൈൻ ഇതൊരു ടോപ്പാണ്, ചെറിയ ഒരു ടോപ്പ് ബ്ലാക്കിൽ. കേറും. Again there is a blue leggin. ഒരു ഷർട്ട് പോലത്തെ ഒരു ടോപ്പ്, ഫുള്ളി ബട്ടൺ അല്ല, ബട്ട് വെരി നൈസ്, വെരി നൈസ്. ഇത് ലിജുന് പിന്നെയും കംസ് ഷോർട്ട്സ്. ഇത് വേറൊരു മെറ്റീരിയൽ ആണ്, സമ്മർ അല്ലേ. ഇതെന്ത് ഇത് ഇത്രയും കട്ടി? ഇത് ലിജോനുള്ള ജോഗറാണ്. വെരി ഗുഡ് ക്വാളിറ്റി, വെരി നൈസ്. ഓക്കെ. എനിക്കറിയില്ല, മമ്മി പറയുന്നുണ്ട് സ്റ്റീയ ഭയങ്കര ആഗ്രഹിച്ച് എനിക്കൊരു കളറ് വാങ്ങിയെന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഐ ഡോണ്ട് നോ അതിലേതാന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ടോപ്പ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. എൻ്റെ ഫേവറേറ്റ് പറഞ്ഞാൽ എനിക്ക് മാച്ച് ആകുന്ന ഒരു കളർ മെറൂൺ. ആൻഡ് ദ സ്ലീവ്, ദ വർക്ക്, എൻ്റെ അടിയിൽ വരെ വർക്കുണ്ട്. വെരി നൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ബ്ലാക്കിൽ കുറേ വാങ്ങിച്ചു എന്ന് തോന്നുന്നു, കുറേ ബ്ലാക്കായി എനിക്കിപ്പോൾ. നല്ലൊരു ഷർട്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, ഇത് ലിജോയുടെ മമ്മിയും പപ്പയും എനിക്ക് വാങ്ങി തന്നേക്കുന്നത്. നല്ലൊരു ഷർട്ട്. ആൻഡ് അഗൈൻ ഒരു ടൈറ്റ്സ് ഉണ്ട്. എനിക്ക് ഇന്നേഴ്സൊക്കെ കുറച്ച് വാങ്ങി ഇട്ടിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു സ്റ്റീയ ഇഷ്ടപ്പെട്ട് വാങ്ങിയത്. വൈൻ കളറാന്ന് പറയുന്നുണ്ട്. ഇതായിരിക്കുമല്ലോ അല്ലേ. ഇറ്റ് കംസ് വിത്ത് എ ദുപ്പട്ട, a white color pant and the top. കണ്ടോ? See, so good. ഇത് അടിച്ചിട്ടുണ്ടോ ആവോ, because it looks slim. Oh my goodness, so good. നല്ല രസമുണ്ട് ഇത് കാണാൻ, നല്ല രസം. കേറിയാൽ മതിയായിരുന്നു. അടിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ പാൻറ്റാണ് ഇത്, അതിൻ്റെ ദുപ്പട്ട.
ഇതേതിൻ്റെയാ? ആ, ഇത് നമ്മൾ ആ മെറൂൺ ടോപ്പ് കണ്ടില്ലേ, അതിന്റെ പാന്റ്. സോ സോ ബ്യൂട്ടിഫുൾ കളർ. പിന്നെ ഇതെൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു. ഇതിങ്ങനെ കീറിപ്പൊളിഞ്ഞ് കിടക്കുന്നതല്ല. ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ ഫംഗ്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ബോഡിക്കോൺ ആണ്. ഇറ്റ് ഈസ് നൈസ്. ഇതൊരു നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലിൽ ബോഡിക്കോൺ. ഇതെന്താ ഇപ്പോൾ ലിജോനൊരു ടീഷർട്ട്, വെരി സ്ട്രെച്ചബിൾ മെറ്റീരിയൽ, ലിജോനൊരു ടീഷർട്ട്. ലിജോന് വേറെ ടീഷർട്ട് കണ്ടോ? ആ മെറൂണിൻ്റെ ഷോള് പാർട്സ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. വി ആർ ഓൾമോസ്റ്റ് ഡൺ. കഴിയാറായിട്ടോ. ഇതെൻ്റെ ഒരു പഴയ ഒരു സ്വെറ്റ് ഷർട്ടാണ്. എനിക്കിഷ്ടമായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ തരാൻ പറഞ്ഞു. ഇത് എനിക്കറിയില്ല, നോക്കട്ടെ. അത് ഇതൊരു ഷോർട്ട് കുർത്തിയാണ്. വെരി നൈസ്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലുള്ള ഷോർട്ട് കുർത്തി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കണ്ട, ഇറ്റ് ഈസ് വെരി നൈസ്. പിന്നെ ഇതെന്താ? ലൈറ്റ് കളറിലൊരു വീനെക്കിൻ്റെ ഒരു കുർത്തി. സാറ്റിസ്ഫൈഡ്. കഴിഞ്ഞു, ഇതൊക്കെ കഴിയാറായി. ഗുഡ് ലവിങ് മീ ഗോഡ്. നൈസ്. ലിജോനുള്ളതാണിത്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ, വെരി വെരി ലാസ്റ്റ്. ലിജോനുള്ള അടുത്തത്. 6 months കാത്തിരിപ്പ് വാസ് നോട്ട് വേസ്റ്റഡ് അറ്റ് ഓൾ. ലിറ്ററലി ഒന്നും അറിയില്ല എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന്. അതിലാകെ 2-3 എൻ്റെ മൈൻഡിലുണ്ടായി, ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി. ഇറ്റ് ഫീൽസ് സോ ഗുഡ്. എൻ്റെ വീട്ടിൽ നിന്ന്, ലിജോയുടെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പേരൻസ് സെൻഡ് ദിസ്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഗൂസ് ബമ്മാ. ഓൺലി പീപ്പിൾ ഹു ആർ അബ്രോഡ് വിൽ നോ ദിസ് ഫീലിംഗ്. അവരെന്തെങ്കിലും അയക്കുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്സും ഒക്കെ നോബഡി വിൽ റിയലി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കൊക്കെ എല്ലാം അടുത്ത് കിട്ടുമ്പോൾ അതിൻ്റെ വാല്യൂ ഒരിക്കലും അറിയില്ല. ഞാൻ വേറെ സിപ്പൊക്കെ തുറന്ന് നോക്കുകയാണ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ബിക്കോസ് ഒരു ചെറിയ സാധനം കൂടി ഉണ്ടാവാൻ വഴിയുണ്ട്. നോക്കട്ടെ. ഇത് I was sure about this. ഇത് ലിജോനുള്ള കമ്മലും, because he did his Bugatti here. And this is for me. രണ്ട് ജിമ്മിക്ക് വാങ്ങിപ്പിച്ചായിരുന്നു ഞാൻ. സോ യാ, വെരി ഹാപ്പി. പപ്പ മമ്മിയൊക്കെ ഈ വീഡിയോ കാണും ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ തന്ന അച്ചാറൊക്കെ തീർന്നു, പക്ഷെ ദിസ് ഇസ് എവറിത്തിങ് ഐ വാണ്ടഡ്. കണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പം ഇതായിരുന്നു എൻ്റെ ബാഗ്. ഞാൻ ഈ വീഡിയോ കുറേ വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. ഞങ്ങൾ വന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നയച്ച സാധനങ്ങളും ലിജോയുടെ വീട്ടിൽ നിന്ന് തന്നയച്ച സാധനങ്ങളാണ്. ഇന്ന് ഡേറ്റ് ജൂൺ 5 2026. So until the next video, bye bye.